പാരിഡോളിയെക്കുറിച്ചാണ് ഈ ഫോട്ടോഗ്രാഫി സീരീസ്. എന്താണ് പാരിഡോളിയ എന്നല്ലേ? ഒരസുഖമാണ്, ചെറിയൊരു മാനസിക വൈകല്യം, ചെറിയൊരു കിളിപോയ അവസ്ഥ. ചുറ്റിലുമുള്ള അവ്യക്ത രൂപങ്ങളിലും പാറ്റേണുകളിലും നിന്ന് രൂപങ്ങളെ, മുഖങ്ങളെ കാണുന്നതാണ് അതിൻ്റെ സ്വഭാവം. ഏറിയും കുറഞ്ഞും എല്ലാവരിലുമുണ്ട് പാരിഡോളിയ. ആകാശത്തെ ചന്ദ്രനിൽ മാനിനെയും മുയലിനെയും കണ്ട് മൃഗാങ്കനെന്നും ശശാങ്കനെന്നും വിശേഷിപ്പിച്ച പാരിഡോളിയാക്കുകളല്ലേ നമ്മുടെ കവികൾ. ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളിൽ രൂപങ്ങളെ സങ്കല്പിച്ചല്ലേ വേട്ടക്കാരനും സപ്തർഷി മണ്ഡലവും ഉൾപ്പെടുന്ന രാശികളെ നമ്മൾ രൂപപ്പെടുത്തിയത്. നമ്മുടെ ചുറ്റിലുമുള്ള ചെറുതും വലുതുമായ കണക്കില്ലാത്ത അമൂർത്ത രൂപങ്ങളുടെ കടലിൽ നിന്ന് എൻ്റെ കണ്ണിന് തെളിഞ്ഞു കിട്ടുന്ന രൂപങ്ങളാണ് ഈ ഫോട്ടോഗ്രാഫി സീരീസിലുള്ളത്. ഞാൻ രാജീവ് മണ്ണയം. എല്ലാവർക്കും പുതിയൊരു ഫോട്ടോഗ്രാഫി സീരീസിലേക്ക് സ്വാഗതം. പ്രപഞ്ചത്തിൽ, കാഴ്ചയിൽ, അനുഭവങ്ങളിൽ ഒക്കെ ഭൗതികവും വിശദീകരിക്കാവുന്നവയും മാത്രമേ ഉള്ളൂ എന്നത് ഒരു ചുരുങ്ങലാണ് കലാകാരന്മാർക്ക്. സാന്നിധ്യങ്ങളുടെ, സങ്കല്പങ്ങളുടെ, വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങാത്തവയുടെ കടലുകൂടിയാണ് കലാകാരൻ്റെ മഷിപ്പാത്രം. അനുഭവങ്ങളും രൂപങ്ങളും തോന്നലുകളും കൊണ്ട് സങ്കീർണമായ, നിഗൂഢമായ ഒരു മനോഘടനയിൽ നിന്നാണ് എല്ലാ കലാസൃഷ്ടികളുടെയും പിറവി. അവിടെ സ്രഷ്ടാവിൻ്റെ അന്നോളമുള്ള അനുഭവങ്ങൾക്കും തോന്നലുകൾക്കും ബോധ്യങ്ങൾക്കുമൊപ്പം മനുഷ്യാനുഭവങ്ങളുടെ ഇന്നോളമുള്ള നിഗൂഢമായ ഒരു അനുഭവ തലം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ 100,000 കഥകളിലൂടെ രൂപപ്പെടുത്തി ആചാരാനുഷ്ഠാനങ്ങളിലൂടെ വികസിപ്പിച്ച് ജീവിതവും മരണവും മരണാനന്തര ജീവിതവും സംബന്ധിച്ചുണ്ടാക്കിയ വിചാരങ്ങളിലൂടെ വിചിത്രമായൊരു ലോകത്തെ കൂടി നമ്മൾ ഓരോരുത്തരും വഹിക്കുന്നുണ്ട്. ആ ഇരുണ്ട വിചാരലോകത്തിൽ നിന്നുകൂടിയാണ് കലയുടെ സ്റ്റാർ ബസ്റ്റുകൾ ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങൾ വല്ലാതെ ജാഗ്രതായിരിക്കുന്ന ചില നേരങ്ങളിൽ, മനസ്സു വല്ലാതെ ആതുരമായിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ചുറ്റും കാണുന്ന അമൂർത്തമായ കാഴ്ചകളിലൂടെ, പാറ്റേണുകളിലൂടെ ഊർന്നിറങ്ങിച്ചെല്ലുമ്പോൾ ഇതുവരെ കാണാത്ത ചിലതുണ്ട്. ഒരു വിലാപം പോലെ, കണ്ണുനീരിറ്റു നിൽക്കുന്നത് പോലെ, കല്ലിലുറച്ച ഒറ്റയാകൽ പോലെ, ഏതോ അനുഭവത്തിനിടയിൽ കിട്ടിയ ശാപത്തിൽ ഉറച്ചുപോയ പോലെ ഞങ്ങളും ഇവിടുണ്ട് എന്ന് ഒച്ചയില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടുണ്ടായിരുന്നു എന്ന് അലമുറയിടാൻ ശ്രമിച്ചുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ 100,000 സാന്നിധ്യങ്ങൾ. കല്ലിൽ, മരത്തിൽ, നീർപ്പടർച്ചയിൽ, നിഴലിൽ, ഇലകളിൽ, പായലെഴുത്തിൽ എല്ലായിടത്തും അവരുണ്ട്. നമുക്കൊപ്പം പുലർന്നു പോരുന്ന, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് തെറിച്ചുപോയ കണക്കില്ലാത്ത സമാന്തര ലോകങ്ങളെപ്പോലെ. നമ്മൾ ജീവിക്കുന്ന, ഇടപെടുന്ന, ചെന്നെത്തുന്ന ഓരോയിടത്തുമുണ്ട് ഒട്ടും അപരിചിതമല്ലാത്ത കണ്ണുകളോടെ, വടിവില്ലാത്ത രൂപത്തോടെ എന്നെ അറിയുമോ എന്ന് വീണ്ടും വീണ്ടും അന്വേഷിച്ചുകൊണ്ട്, ഒരു ജന്മദൂരം കൊണ്ട് എന്തെന്തടയാളങ്ങളാണ് നമ്മൾ അവശേഷിപ്പിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാഴ്ചയ്ക്കുള്ളിലേക്ക് ചെന്ന് നമ്മൾ വിളിച്ചുണർത്തുന്നതും കണ്ടെത്തുന്നതും കാത്ത് ആരൊക്കെയോ എന്തൊക്കെയോ എത്രയൊക്കെയോ.
വിജയൻ്റെ ആത്മാംശങ്ങൾ ആവോളമുള്ള ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒരിടത്ത് ഇങ്ങനെ ഒരു ചെറിയ ഭാഗമുണ്ട്. കുട്ടിക്കാലത്ത് രവി അമ്മയുടെ വയറും ചാരിക്കിടക്കുമ്പോൾ അവർ പറയുമായിരുന്നു, നക്ഷത്രക്കുട്ട, കൽപ്പവൃക്ഷത്തിൻ്റെ തൊണ്ട് കാണണോ? വെയിലെരിയുന്ന മാനത്ത് നോക്കിയിരുന്നാൽ മതി. കുറേ നേരം അങ്ങനെ നോക്കുമ്പോൾ സ്ഫടികമണികൾ കോർത്തിണക്കിയതുപോലെ എന്തോ കണ്ണനങ്ങുന്നതിനൊപ്പം ഇളകുന്നത് കാണാം. ഇമ്മ തല്ലി മിഴിച്ചാൽ അത് കാണാതാവും. ദേവന്മാർ കൽപ്പവൃക്ഷത്തിൻ്റെ ഇളനീരു കുടിച്ച് തൊണ്ടുകൾ താഴേക്കെറിയുകയാണത്രേ. ചാരിക്കിടന്നുകൊണ്ട് രവി കരിക്കിൻ തൊണ്ടുകൾ എണ്ണിത്തുടങ്ങും. 1, 2, 3. നിഴലും തിളക്കവുമുള്ള മേഘത്തിൻ്റെ വിടവിലൂടെ അതാ ഒന്ന് താഴോട്ടുതിരുന്നു. മഞ്ഞപ്പുൽ തകിടിയിലൂടെ, കുന്നിൻ ചരിവിലൂടെ മറ്റൊന്ന് കാപ്പിത്തോട്ടത്തിൽ നഷ്ടപ്പെടുന്നു. 12. അപ്പോഴേക്കും കണ്ണ് കടയാൻ തുടങ്ങും. കണ്ണ് ചിമ്മി മിഴിച്ചാൽ കരിക്കിൻ തൊണ്ടുകളില്ല. മേഘക്കീറുകളും സ്ഥലത്തിൻ്റെ ശൂന്യ ശിഖരത്തിന് ചുറ്റും കപ്പലോട്ടുന്ന ചൂട്ടൻ കഴുകനും മാത്രമേ ഉണ്ടാവൂ. മാനത്ത് ഇങ്ങനെ മായക്കാഴ്ച കാണുന്നതിനെ പറ്റി പിന്നീട് അദ്ദേഹം എഴുതിയിട്ടും പറഞ്ഞിട്ടുമുണ്ട്. സ്വിമ്മിംഗ് സ്പോട്സ് എന്ന അപൂർവ നേത്രരോഗമായിരുന്നത്രേ അത്. അമ്മയ്ക്ക് ആ കാഴ്ച കാണിച്ചു കൊടുത്തതും അതിനെ കൽപ്പവൃക്ഷത്തിൻ്റെ കരിക്കിൻ തൊണ്ടുകളാക്കിയതും മുത്തശ്ശിയായിരുന്നത്രേ. മുത്തശ്ശിയോട് അവരുടെ മുത്തശ്ശി പറഞ്ഞതാവണം. നോക്കൂ, എണ്ണിയാലൊടുങ്ങാത്ത മുത്തശ്ശിമാരുടെ ജനിതകധാരയിലൂടെ ഒഴുകിപ്പോകുന്ന വിചിത്ര രോഗത്തിൻ്റെ വിചിത്ര കാഴ്ചകളുടെ പളുങ്കുമണികൾ. കാഴ്ചകളെല്ലാം വ്യക്തിനിഷ്ഠമാണെന്ന് പറയാനാണ് ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞത്. നമ്മുടേതു മാത്രമായ അളവു പാത്രത്തിലാണ് നമ്മൾ ഈ ലോകത്തെ അളന്നെടുക്കുന്നത്, തിരിച്ചറിയുന്നത്. കണ്ണു പകർത്തുന്നതിൽ അവനവനെ കൂടി ചേർത്ത് വിളക്കുന്നതാണ് ഓരോ കാഴ്ചയും, ഓരോ ദൃശ്യവും, ഓരോ ഫോട്ടോഗ്രാഫും. രൂപങ്ങളെയും മുഖങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവ് ജീവനുള്ളവയ്ക്കെല്ലാം പരിണാമപരമായി ലഭിച്ചതായിരിക്കണം. ഒരു കാക്ക മറ്റൊരു കാക്കയെ, ഒരു ഉറുമ്പ് വേറൊന്നിനെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് നമ്മൾ എത്ര അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഏത് പൂരത്തിരക്കിൽ നിന്നും പരിചയമുള്ള ഒരു മുഖത്തെ എത്ര വേഗത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഉള്ളിലെ ചിത്രപുസ്തകത്തിലെ മുഖങ്ങളോട് തട്ടിച്ചു നോക്കി നമുക്ക് വേണ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ നിന്ന് എത്ര പെട്ടെന്നാണ് തലച്ചോർ തിരിച്ചറിഞ്ഞു തരുന്നത്. കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും സ്ഥാനവും വലിപ്പവും ആകൃതിയും എത്ര സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം തലച്ചോറിൻ്റെ സൂപ്പർ കമ്പ്യൂട്ടർ വ്യക്തികളെ തിരിച്ചറിയുന്നത്, ചുറ്റുമുള്ള ഓരോന്നിനെയും തിരിച്ചറിയുന്നത്. ഈ കഴിവ് ഒരു ഗുളികപ്പരുവത്തിൽ അധികമാകുമ്പോൾ പാരിഡോളിയ എന്ന അവസ്ഥ ജനിക്കുന്നു. അവ്യക്തമോ കുഴക്കുന്നതോ സങ്കീർണമോ ആയ ഏതു കാഴ്ചയെയും രൂപങ്ങളായി അഴിച്ചെടുക്കാൻ, വ്യാഖ്യാനിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നു. ശൂന്യമായതെല്ലാം സജീവമാകുന്നു. പണ്ടുകേട്ട കുട്ടിക്കഥകളും ഐതിഹ്യങ്ങളും മാന്ത്രിക കഥകളും ബാധകളും പൊരുളറിയാത്ത കാഴ്ചകളും ഉള്ളിൽ വല്ലാതെ തിങ്ങിക്കിടക്കുന്ന ഉറഞ്ഞ വേദനകളും ഏകാകിതകളും ഒക്കെ കൂടി തലച്ചോറിൻ്റെ കാഴ്ചകളെ വ്യാഖ്യാനിക്കുന്ന ഡാർക്ക് റൂമിൽ ഇടപെടുമ്പോൾ ഇത്തരം കാഴ്ചകൾ പിറവിയെടുക്കുന്നു. അവയ്ക്ക് അർത്ഥങ്ങളുണ്ടാകുന്നു, തോന്നലുകളും കഥകളും ഉണ്ടാകുന്നു. നമ്മൾ തനിച്ചല്ലാതാകുന്നു. അപരിചിത സമീപ്യങ്ങളുടെ അനന്തത ഏകാന്തതകളെ മായ്ച്ചില്ലാതാക്കുന്നു.
ഈ ചിത്രങ്ങളിൽ നിങ്ങളൊന്നും കണ്ടില്ലെന്നു വരാം, അതിവായനയാണെന്ന് തോന്നിയേക്കാം. ഞാൻ കണ്ടതിലും ഏറെ നിങ്ങൾ കണ്ടു എന്നും വരാം. ഒക്കെ സാന്നിധ്യങ്ങളാണ്. ഞാൻ കണ്ട ഈ രൂപങ്ങളിലൂടെ ഒന്നുകൂടി കടന്നുപോയി നോക്കൂ. വേറൊരു കാലത്തിൻ്റെ, വേറൊരു ലോകത്തിൻ്റെ സാന്നിധ്യമായിട്ട് ഇതാ ചിലരൊറ്റയ്ക്ക്, ചിലർ പറ്റമായിട്ട് നമുക്കൊപ്പം, നമുക്ക് ചുറ്റും. നിങ്ങളുടെ പരിസരത്ത് നിന്ന് നിങ്ങൾ കാണുന്ന പാരഡോളിയ രൂപങ്ങളെ കമൻറ്റിലിട്ടാൽ കൂടുതൽ വലിയൊരു അന്വേഷണത്തിലേക്ക്, ചർച്ചയിലേക്ക് എൻ്റെ ഈ കിറുക്കിനെ നമുക്ക് വലുതാക്കിയെടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു ഫോട്ടോ സീരീസുമായി കാണും വരെ സ്നേഹത്തോടെ രാജീവ് മണ്ണയം.